നമ്മുടെ ഓരോ ദിവസത്തെയും നിയന്ത്രിക്കുന്ന ഒരു താളമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു അദൃശ്യ താളം. ഇന്ന് നമുക്ക് അതിനു പിന്നിലെ ഭൗതികശാസ്ത്ര രഹസ്യങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഒന്ന് ആലോചിച്ചു നോക്കൂ, പതുക്കെ ആടുന്ന ഒരു പഴയ പെൻഡുലവും നിങ്ങളുടെ പോക്കറ്റിലിരിക്കുന്ന ഹൈടെക് ഫോണും തമ്മിൽ എന്തായിരിക്കും ബന്ധം? ഒറ്റനോട്ടത്തിൽ ഒന്നുമില്ലെന്ന് തോന്നും, അല്ലേ? പക്ഷേ ഇതൊരു മാന്ത്രിക വിദ്യയൊന്നുമല്ല. ഇതിന്റെ പിന്നിൽ നമ്മൾ സമയമളക്കുന്ന രീതിയെ തന്നെ മാറ്റിമറിച്ച വളരെ ലളിതവും എന്നാൽ അതിശക്തവുമായ ഒരാശയമുണ്ട്. അതെ, ഈ രണ്ട് കാര്യങ്ങളും കൃത്യമായ സമയം കാണിക്കാൻ ഭൗതികശാസ്ത്രത്തിലെ ഒരൊറ്റ അടിസ്ഥാന തത്വത്തെയാണ് ആശ്രയിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈയൊരു തത്വം ഉപയോഗിച്ചാണ് നമ്മൾ ഇത്രയും അവിശ്വസനീയമായ കൃത്യതയോടെ സമയമളക്കുന്നത്. അപ്പോ ഇതാണ് ആ രഹസ്യചേരുവ. അപ്പോ നമുക്ക് കഥയുടെ തുടക്കത്തിലേക്ക് പോവാം. കൃത്യമായ സമയം കണ്ടെത്താനുള്ള മനുഷ്യന്റെ ആ ഒരു അന്വേഷണമാണ് നമ്മളെ അവസാനം ഹാർമോണിക് ഓസിലേറ്റർ എന്നൊരാശയത്തിലേക്ക് എത്തിച്ചത്. ശരി, ഈ ഹാർമോണിക് ഓസിലേറ്റർ എന്ന് കേൾക്കുമ്പോൾ വലിയ സംഭവമായിട്ട് തോന്നാം. പക്ഷെ സംഭവം സിമ്പിളാണ്. ഒരു വസ്തുവിനെ നമ്മൾ അതിന്റെ സ്ഥാനത്തു നിന്ന് മാറ്റിയാൽ അതിനെ തിരിച്ച് അതേ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ഒരു ബലം പ്രയോഗിക്കപ്പെടും. നമ്മൾ എത്രത്തോളം ദൂരേക്ക് മാറ്റുന്നോ അത്രയും ശക്തമായിരിക്കും ഈ തിരിച്ചുവിളി. ഒരു ഊഞ്ഞാൽ ആലോചിച്ചാൽ മതി. ഇനിയാണ് ഏറ്റവും രസകരമായ കാര്യം വരുന്നത്. ഇതാണ് സമയമളക്കുന്നതിലെ ആ മാന്ത്രിക വിദ്യ എന്ന് പറയുന്നത്. ഒരു ഹാർമോണിക് ഓസിലേറ്റർ എത്ര വലുതായി ആടിയാലും എത്ര ചെറുതായി ആടിയാലും ആ ആട്ടം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എപ്പോഴും ഒന്നു തന്നെയായിരിക്കും. വലിയ ആട്ടത്തിനും ചെറിയ ആട്ടത്തിനും ഒരേ സമയം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോ ഈ തത്വം ഉപയോഗിച്ച് സമയമളക്കാൻ മനുഷ്യൻ കണ്ടെത്തിയ ആദ്യത്തെ ഉപകരണം ഏതാണെന്നറിയാമോ? നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പെൻഡുലം. ഒരറ്റത്തൊരു ഭാരം കെട്ടിത്തൂക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന ആ ലളിതമായ ഉപകരണം. അതായിരുന്നു ആദ്യത്തെ മികച്ച ഹാർമോണിക് ഓസിലേറ്റർ. ഇപ്പൊ നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ആശയം ഇവിടെ വളരെ വ്യക്തമാണ്. ഒരു വലിയ ആട്ടവും ഒരു ചെറിയ ആട്ടവും. വലിയ ആട്ടം കൂടുതൽ ദൂരം പോകുന്നുണ്ടെങ്കിലും അതിനെ തിരികെ വലിക്കുന്ന ബലവും കൂടുതലായിരിക്കും. അതുകൊണ്ട് വേഗതയും കൂടും. ഫലത്തിൽ രണ്ടിനും ഒരേ സമയം മതി ആട്ടം പൂർത്തിയാക്കാൻ. സമയം എപ്പോഴും സ്ഥിരമായിരിക്കും. ഇതൊരു മനോഹരമായ ഊർജ്ജ കൈമാറ്റമാണ്. ആട്ടത്തിന്റെ ഏറ്റവും മുകളിലെത്തുമ്പോൾ ഊർജ്ജം മുഴുവൻ സ്ഥിതികോർജ്ജമായിരിക്കും, അതായത് പൊട്ടൻഷ്യൽ എനർജി. അവിടെ ഒരു നിമിഷം നിന്നിട്ട് താഴേക്ക് വരുമ്പോൾ അത് മുഴുവൻ ഗതികോർജ്ജമായി, അതായത് കൈനറ്റിക് എനർജിയായി മാറും. ഈ ഒരു താളാത്മകമായ കൈമാറ്റമാണ് പെൻഡുലത്തിന്റെ ചലനം. അപ്പോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യമെന്താണ്? ഒരു പെൻഡുലത്തിന്റെ ആട്ടത്തിന്റെ വേഗതയെ, അതായത് അതിന്റെ സമയത്തെ സ്വാധീനിക്കുന്നത് വെറും രണ്ട് കാര്യങ്ങൾ മാത്രമാണ്. ഒന്ന്, അതിന്റെ നീളം. രണ്ട്, ആ സ്ഥലത്തെ ഗുരുത്വാകർഷണം. അല്ലാതെ അതിന്റെ ഭാരം എത്രയാണെന്നോ മറ്റോ ഉള്ള കാര്യങ്ങൾ ഒരു വിഷയമേ അല്ല. അതുകൊണ്ടാണ് പെൻഡുലം ഇത്ര വിശ്വസനീയമായ ഒരു ഉപകരണമായത്. ശരി, ഇപ്പൊ നമുക്ക് ഈ സ്ഥിരമായ ആട്ടം കിട്ടി. പക്ഷെ ഇതെങ്ങനെയാണ് ഒരു ക്ലോക്കിലെ ആ ടിക് ടിക് എന്ന ശബ്ദവും സൂചികളുടെ ചലനവുമായി മാറുന്നത്? നമുക്കതൊന്ന് നോക്കാം. അതിനൊരു കിടിലൻ സംവിധാനമുണ്ട്. എസ്കേപ്മെന്റ് എന്നാണ് അതിനു പറയുക. പെൻഡുലം ഓരോ തവണ ആടുമ്പോഴും ഈ എസ്കേപ്മെന്റ് ഒരു പൽച്ചക്രത്തെ ഒരു പല്ല് മുന്നോട്ട് തള്ളും. അതോടൊപ്പം പെൻഡുലത്തിന്റെ ആട്ടം നിലച്ചുപോകാതിരിക്കാൻ അതിന് ചെറിയൊരു തള്ള് തിരികെ കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ആട്ടങ്ങളെ എണ്ണുകയും ആട്ടം നിലനിർത്തുകയും ചെയ്യുന്നു. പെൻഡുലം ക്ലോക്ക് ഒരു വലിയ കണ്ടുപിടുത്തമൊക്കെ തന്നെയായിരുന്നു. പക്ഷെ അതത്ര പെർഫെക്റ്റ് ആയിരുന്നില്ല. അതിന്റെ കൃത്യതയെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഉദാഹരണത്തിന് താപനില. ചൂട് കൂടുമ്പോൾ പെൻഡുലത്തിന്റെ ദണ്ടിന് നീളം കൂടും, അപ്പോൾ ആട്ടത്തിന്റെ വേഗത കുറയും. തണുക്കുമ്പോൾ നേരെ തിരിച്ചും. അതുപോലെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിനനുസരിച്ച് ഗുരുത്വാകർഷണത്തിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അതും ക്ലോക്കിന്റെ കൃത്യതയെ ബാധിക്കും. ഇതൊക്കെ പെൻഡുലം ക്ലോക്കിന്റെ പരിമിതികളായിരുന്നു. ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം കാരണം അക്കാലത്തെ ഏറ്റവും മികച്ച പെൻഡുലം ക്ലോക്കുകൾക്ക് പോലും ഒരു വർഷം കൊണ്ട് ഏകദേശം 10 സെക്കൻഡിന്റെയൊക്കെ വ്യത്യാസം വരാമായിരുന്നു. അപ്പോ ഇതിലും മികച്ചൊരു സാങ്കേതിക വിദ്യ ആവശ്യമായി വന്നു. അങ്ങനെയാണ് നമ്മൾ ആടുന്ന ഭാരത്തിൽ നിന്ന് നേരെ ഒരു ചെറിയ ക്രിസ്റ്റലിലേക്ക് എത്തുന്നത്. അതെ, ആധുനിക ലോകത്തിന്റെ സമയത്തിന്റെ താക്കോൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു ചെറിയ ക്വാർട്സ് ക്രിസ്റ്റലിന്റെ പ്രകമ്പനങ്ങളിലാണ്. എന്തുകൊണ്ടാണ് ക്വാർട്സ് ക്രിസ്റ്റൽ ഇത്രയധികം മികച്ചതാകുന്നത്? ഒന്നാമത്, അത് വളരെ ദൃഢമാണ്, സ്ഥിരതയുണ്ട്. പെൻഡുലത്തെപ്പോലെ താപനില മാറുമ്പോൾ ഇതിന്റെ സ്വഭാവം കാര്യമായി മാറില്ല. ഊർജ്ജനഷ്ടവും വളരെ കുറവാണ്. ചുരുക്കിപ്പറഞ്ഞാൽ പെൻഡുലത്തേക്കാൾ എത്രയോ മികച്ച ഒരു ഹാർമോണിക് ഓസിലേറ്ററാണ് ക്വാർട്സ്.
ഇതിന്റെ പിന്നിലെ ശാസ്ത്രം പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. സിമ്പിളായി പറഞ്ഞാൽ ക്വാർട്സ് ക്രിസ്റ്റലിൽ നമ്മൾ വൈദ്യുതി കൊടുത്താൽ അത് പ്രകമ്പനം ചെയ്യാൻ തുടങ്ങും. തിരിച്ച് അത് പ്രകമ്പനം ചെയ്യുമ്പോൾ ചെറിയ അളവിൽ വൈദ്യുതി ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഈയൊരു പ്രത്യേകത കാരണം ഒരു ചെറിയ ഇലക്ട്രോണിക് സർക്യൂട്ടിന് ഇതിനെ തുടർച്ചയായി പ്രകമ്പനം ചെയ്യിക്കാനും ആ ഓരോ പ്രകമ്പനവും കൃത്യമായി എണ്ണാനും പറ്റും. ഈയൊരു മാറ്റം കൊണ്ടുവന്ന കൃത്യത എത്ര വലുതാണെന്ന് നോക്കൂ. വർഷത്തിൽ 10 സെക്കൻഡിന്റെയൊക്കെ പിഴവ് വന്നിരുന്ന സ്ഥാനത്ത് നിന്ന് ഒരു വർഷം കൊണ്ട് 1 സെക്കൻഡിന്റെ 10-1 താഴെ മാത്രം പിഴവ് വരുന്ന അവസ്ഥയിലേക്ക് നമ്മളെത്തി. ഇതൊരു അവിശ്വസനീയമായ കുതിച്ചുചാട്ടമായിരുന്നു. കൃത്യതയുടെ കാരണം ഈ സംഖ്യയിലുണ്ട്. ഒരു പെൻഡുലം 1 സെക്കൻഡിൽ 1 തവണയൊക്കെയാണ് ആടുന്നത്. എന്നാൽ ഒരു സാധാരണ ക്വാർട്സ് ക്രിസ്റ്റൽ 1 സെക്കൻഡിൽ എത്ര തവണ പ്രകമ്പനം ചെയ്യുമെന്നറിയാമോ? 32,768 തവണ. ഒന്നോർത്തു നോക്കൂ. അത്രയും സൂക്ഷ്മമായി സമയം അളക്കാൻ നമുക്ക് സാധിക്കുന്നു. അപ്പോൾ ഗുരുത്വാകർഷണത്തിന്റെ ആ മെല്ലെയുള്ള താളത്തിൽ നിന്ന് തുടങ്ങി ക്രിസ്റ്റലിന്റെ അതിവേഗത്തിലുള്ള ഹൃദയമിടിപ്പുകളിൽ നമ്മുടെ ഡിജിറ്റൽ ലോകം പ്രവർത്തിക്കുന്ന കാലം വരെ നമ്മളെത്തി. കൃത്യമായ സമയം കണ്ടെത്താനുള്ള ഈ അന്വേഷണം ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല. അത് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ അടുത്തതായി കാണാൻ പോകുന്ന ആ സമയസൂക്ഷിപ്പുകാരൻ ആരായിരിക്കും? അതൊരു വലിയ ചോദ്യമാണ്.